ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായമായ ഗുണത്രയ വിഭാഗയോഗത്തിലെ 5 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 6-ാമത്തെ ശ്ലോകം നോക്കാം. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. അനഘ, അല്ലയോ പാപമില്ലാത്തവനെ അഥവാ പുണ്യവാനെ, തത്ര അവയിൽ, അതായത് ഈ ഗുണങ്ങളിൽ, സത്വഗുണം, നിർമ്മലത്വാത്, നിർമ്മലത്വം കാരണം അഥവാ പരിശുദ്ധമായത് കാരണം, പ്രകാശിപ്പിക്കുന്നത്, അതായത് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതും, അനാമയം നിർദോഷവുമാണ്, ദോഷങ്ങളില്ലാത്തതും ആണ്. സുഖസംഗേന, അത് സുഖതൽപരതയാൽ അഥവാ സുഖത്തിലുള്ള ആസക്തിയാൽ, അതുപോലെ ജ്ഞാനസംഗേന ച, ജ്ഞാനതൽപരതയാലും, അതായത് ജ്ഞാനത്താലുള്ള ഗർവിനാലും, ബദ്ധനാദി, ജീവാത്മാവിനെ ബദ്ധനാക്കുകയും ചെയ്യുന്നു. ത്രിഗുണങ്ങളെ പറ്റിയാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഓരോ ഗുണത്തെപ്പറ്റിയും ഉള്ള വിവരണമാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്, അല്ലയോ പാപമില്ലാത്തവനെ, അർജുനനെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതായത്, അല്ലയോ പുണ്യാത്മാവായ അർജുന, അവയിൽ, അതായത് ഈ ത്രിഗുണങ്ങളിൽ, സത്വഗുണം പരിശുദ്ധമായതാണ്. 3 ഗുണങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായത് സത്വഗുണമാണ്. അത് ആ പരിശുദ്ധമായത് കാരണം ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. അതുപോലെ ദോഷരഹിതവുമാണ് സത്വഗുണം. എന്നാൽ അത് സുഖത്തെയും ജ്ഞാനത്തെയും നൽകുമെങ്കിലും ആ സുഖത്തിൽ ആസക്തി ഉണ്ടാവുകയോ ജ്ഞാനത്തിൽ ഗർവുണ്ടാവുകയോ ചെയ്യുമ്പോൾ അത് ജീവാത്മാവിനെ ബദ്ധനാക്കുകയും ചെയ്യുന്നു. ഹേ പുണ്യാത്മാവേ അർജുന, ഈ ത്രിഗുണങ്ങളിൽ സത്വഗുണം മറ്റു ഗുണങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധമാവുകയാൽ അത് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതും ദോഷങ്ങളില്ലാത്തതും ആകുന്നു. ആ ഗുണവിശേഷത്തോടു കൂടിയവർ അഥവാ ജീവാത്മാക്കൾ അവർക്ക് സുഖവും ജ്ഞാനവും സമ്പാദിക്കുവാനുള്ള അവസരമുണ്ടാകും. എന്നാൽ ഈ സുഖത്തിൽ ആസക്തി ഉണ്ടാവുകയും ജ്ഞാനത്തിൽ ഗർവുണ്ടാവുകയും ചെയ്താൽ അവർ ബദ്ധരാക്കപ്പെടും. അതിനെ നിസ്സംഗമായിട്ട് കൈകാര്യം ചെയ്താൽ അവർ ബദ്ധരാകുന്നില്ല. എന്നാൽ അതിൽ ആസക്തി ഉണ്ടാവുകയും ഗർവുണ്ടാവുകയും ചെയ്താൽ അവർ ബദ്ധരാക്കപ്പെടുന്നു. പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും ത്രിവിധത്തിലുള്ള ഗുണങ്ങളാൽ ബദ്ധരാണ്. ഈ 3 ഗുണങ്ങളാൽ എല്ലാവരിലും ഈ ത്രിഗുണങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. സത്വഗുണപ്രധാനിയായ വ്യക്തി
മറ്റു ഗുണങ്ങളാൽ ബദ്ധരായ വ്യക്തികളെക്കാൾ ബുദ്ധിമാനും ജ്ഞാനിയും സന്തോഷവാനുമായിരിക്കും. അവർക്ക് ദുഃഖങ്ങളുണ്ടാവില്ല എന്നല്ല, പക്ഷേ ദുഃഖങ്ങൾ അവരെ അലട്ടുകയില്ല. കാരണം അവർക്ക് തൻ്റെ ലക്ഷ്യവും മാർഗവും എന്താണ് എന്ന് വ്യക്തതയുണ്ടാകും. സത്വഗുണപ്രഭാവം അയാളെ പാപചിന്തകളിൽ നിന്നും പാപകർമ്മങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യും. അപ്പം അത്തരത്തിലുള്ള ഈ അറിവാണ് സാത്വികരുടെ സന്തുഷ്ടിക്ക് കാരണം. എന്നാൽ ഈ സന്തുഷ്ടി അഹങ്കാരത്തിലേക്ക് നയിക്കപ്പെട്ടാൽ, അതുപോലെ തന്നെ സുഖങ്ങളിൽ കൂടുതൽ സംഘം, ഒട്ടിച്ചേരൽ, ആസക്തി ഉണ്ടായാൽ, തൻ്റെ അറിവിലും നന്മയിലും ഉത്കൃഷ്ടതയിലും ഗർവുണ്ടായാൽ അയാൾ ബദ്ധനായിത്തീരുന്നു. ഈ ഗർവില്ലാത്ത അവസ്ഥയിൽ അയാൾ ഈ സത്വഗുണം കൊണ്ട് ബദ്ധനാകുന്നില്ല. പക്ഷേ ഈ ഗർവുണ്ടാവുകയോ തൻ്റെ അറിവിൽ ഗർവുണ്ടാവുകയോ തനിക്ക് വന്നു ചേർന്നിട്ടുള്ള സുഖങ്ങളിൽ ആസക്തി ഉണ്ടാവുകയോ ചെയ്താൽ ആ ജീവാത്മാവ് ബദ്ധനായിത്തീരും, ഈ സംസാരവുമായി ബദ്ധനായിത്തീരും. ഇതിനുദാഹരണമാണ് ഉന്നതരായ ശാസ്ത്രകാരന്മാരും തത്വചിന്തകരും കവികളുമെല്ലാം. അവരിൽ സത്വഗുണപ്രധാനികളാണ് അവർ. സാത്വിക ഗുണം ഏറി നിൽക്കുന്നവരാണ് ഈ വർഗത്തിൽപ്പെടുന്നവരെല്ലാം. ശാസ്ത്രകാരന്മാർ, തത്വചിന്തകർ, കവികൾ, എഴുത്തുകാരെ എല്ലാം. അവർക്ക് വേണ്ടത്ര ബുദ്ധിയും അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങളും അവരുടെ കർമ്മങ്ങളിൽ നിന്ന് ബഹുമാനവും എല്ലാം അവർക്ക് ലഭിക്കും. അതിനെല്ലാം കാരണം അവരിലുള്ള ഈ സത്വഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ്. അതിനാൽ അവയെല്ലാം വേണ്ടുവോളം അവർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അവർ സദാ സന്തുഷ്ടരുമായിരിക്കും. എന്നാൽ അതിനെയെല്ലാം ഒരു നിസ്സംഗഭാവത്തിൽ കാണുകയാണെങ്കിൽ അവർ ബദ്ധരാകുകയില്ല. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ അഹങ്കരിക്കാനിട വന്നാൽ, ഈ സുഖ സൗകര്യങ്ങളിൽ ആസക്തി ഉണ്ടായിത്തീർന്നാൽ അയാൾ ഇവയുമായെല്ലാം ബന്ധിതനായിത്തീരുന്നു, ബദ്ധനായിത്തീരുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള സംഘം അഥവാ ആസക്തി, അഹങ്കാരം ഇവ ഉണ്ടായാൽ വീണ്ടും അത് ജന്മകാരണമാകും. ഭൗതികമായി ഉന്നത നിലയിലെത്തിയാലും ആത്മീയമായ ഉന്നതിയെ പ്രാപിക്കുവാനാകാതെ വരും. ഉത്കൃഷ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് വീണ്ടും ഉത്കൃഷ്ട ജന്മം തന്നെ ലഭിക്കും. പക്ഷേ ഈ സംഘം, ആസക്തി, ഈ ഗർവ് ഇതെല്ലാം ഇല്ലാതായാൽ മാത്രമേ അത് മുക്തിയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ബദ്ധനായിത്തീരും. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.